ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എൻ്റെ പേര് അമൽ. അപ്പോൾ ഞാൻ മിസ്റ്റർ വയനാട് കോമ്പറ്റീഷൻ കഴിഞ്ഞ് 65 kg ഒരു ഗോൾഡ് അടിച്ച സമയത്ത് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, നീ എങ്ങനെയാണ് ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഈ ഫുഡും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്, നീ എങ്ങനെ സപ്ലിമെൻറ്റ്സ് വാങ്ങിയത്, അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സിലും പൈസ നീ എവിടുന്നാണ് കണ്ടത്, ഈ ഡയറ്റിൻ്റെ പൈസ എവിടുന്നാണ് കണ്ടത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ. അപ്പം അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതലുണ്ടായിരുന്നു. അതിൽ കുറേയെല്ലാം അമ്മേൻ്റെ കിച്ചണിലുണ്ട്, ബാക്കി കുറേയെല്ലാം എവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതൊക്കെയാണ്. അപ്പം വീഡിയോ തീർച്ചയായും നിങ്ങൾ ഫുള്ളായി കാണണം. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് എല്ലാം ഞാൻ വളരെ വിലക്കുറവിലാണ് എടുത്തത്. ഇതെങ്ങനെയാണ് ഞാൻ ഈ വിലക്കുറവിൽ എടുത്തത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും വീഡിയോ മിസ്സായാണ്ട് ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സിൽ നിങ്ങൾക്കും ഉണ്ടാവും ഈ സപ്ലിമെൻറ്റ്സ് ഒന്നും വാങ്ങാൻ പറ്റാണ്ടും അതേപോലുള്ളവർക്ക് ഈ വീഡിയോ എന്തായാലും തീർച്ചയായും അയച്ചു കൊടുക്കുക. അവർക്ക് എന്തായാലും തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായും ഫുള്ളായിട്ട് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യം എടുത്തു പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് വർക്കൗട്ടിനെ കുറിച്ചാണ്. അപ്പം വർക്കൗട്ട്, ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് അമൃത ഇന്റർനാഷണൽ മൾട്ടി ജിമ്മും മാനന്തവാടിയിലാണ്. വയനാട്ടിലെ ഏറ്റവും മികച്ചൊരു ജിമ്മാണ് അമൃത ഇന്റർനാഷണൽ മൾട്ടി ജിമ്മ്. ഓക്കെ, അപ്പോൾ എൻ്റെ കോച്ച് ലതി സാറാണ്. ലതി സാർ തന്നെയാണ് ഈ ജിമ്മിൻ്റെ ഓണറും. ഓക്കെ, അപ്പോൾ ലതി സാറ് ഇതിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വരുന്ന വഴിയിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമതായി ഒരുപാട് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് ഈ ഡയറ്റിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ് ഞാൻ കണ്ടെത്തിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ബോഡി ബിൽഡിംഗ് ആണ്, ഡയറ്റ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫണ്ട് കിട്ടുന്നുള്ളത്. ഒരു ദിവസം പെർ ഡേ എനിക്ക് തോന്നുന്നു ഒരു 700 രീതി വരുന്ന വിധത്തിൽ എൻ്റെ ഇത് ഫണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഡയറ്റിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പം ആ ഫണ്ട് ഞാൻ എവിടെ നിന്നാണ് കണ്ടെത്തി എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡയറ്റിൻ്റെ കാര്യം തന്നെ പറയാം. അപ്പോൾ ഡയറ്റിൻ്റെ ഫണ്ട് കാണാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ 3 കൊല്ലം ഇവിടെ അമൃത ഇന്റർനാഷണൽ, ഇവിടെ ഫസ്റ്റ് ഇയറിൽ, അതായത് ഞാൻ കാസർഗോഡാണ് എൻ്റെ വീട് ശരിക്കും. അപ്പോൾ ഞാനിവിടെ ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്ത്, ഈ ജിമ്മിന് തൊട്ടടുത്ത് തന്നെയാണ് കോളേജ്. അപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാനിവിടെ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 3 വർഷമായിട്ട് ഞാൻ ട്രെയിനറായി വർക്ക് ചെയ്യുന്ന ഫണ്ടൊന്നും ഞാൻ അധികമായിട്ട് ചിലവാക്കിയിട്ടൊന്നുമില്ല. അതെല്ലാം കൂട്ടിവെച്ച പൈസ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ നാട്ടിലേക്കെല്ലാം പോകുന്ന സമയത്ത് ചെറിയ ചെറിയ പണിക്കെല്ലാം പോകും. ഹാർബറിൽ ലോഡിങ്ങിൻ്റെ പണി, അതേപോലത്തെ എൻജിൻ പണി, അങ്ങനെ ബോട്ടിന് എൻജിൻ പണി, അങ്ങനെ കിട്ടുന്ന പണിക്കെല്ലാം ഞാൻ പോകാറുണ്ടായിരുന്നു. അതിലും ഞാൻ വലിയ രീതിയിൽ ഫണ്ടൊന്നും ചിലവാക്കിയിട്ടുണ്ടായില്ല. ഏകദേശം എല്ലാം കുറച്ച് സേവിങ്സ് എനിക്കറിയായിരുന്നു. എനിക്ക് എന്തായാലും ഈ ബോഡി ബിൽഡിങ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഫണ്ട് കുറച്ച് എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് വർക്കൗട്ട്, ഈ ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് കിട്ടുന്ന കാറ്ററിങ്, അതേപോലത്തെ കുറേ എന്തെല്ലാം പണി കിട്ടുക അതിനെല്ലാം പോയി. വയറിങ്, പ്ലംബിങ്, അങ്ങനെ കാറ്ററിങ്, എന്തെല്ലാം പണി, പെയിൻറ്റിങ്, എന്തെല്ലാം പണിയാണ് എനിക്ക് കിട്ടിയ ആ സമയത്ത്. ഈ പണി ആലോചിക്കൽ തന്നെ ഇപ്പോൾ വലിയ പണിയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തെല്ലാം പണിയായിരുന്നു കിട്ടിയത്, ആ പണിക്കെല്ലാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്ലാസ്സെല്ലാം കെട്ടിയിട്ട് പണിക്കെല്ലാം പോയി ഞാൻ പൈസ ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തത്. ഓക്കെ, എന്തായാലും കഷ്ടപ്പാടൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. എന്തായാലും ഒരു ഗോൾഡ് അടിക്കണം എന്നുള്ളതൊരു വാശിയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ സ്പോൺസർഷിപ്പെല്ലാം അന്വേഷിച്ച് കുറേ ആൾക്കാരോട് ചോദിച്ചു. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇല്ല, പറ്റൂല, ബോഡി ബിൽഡിംഗ് അല്ലേ, അതെനിക്ക് ഉറപ്പിച്ച കാര്യം, എന്തായാലും കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ച ഒരാൾ എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ടൊന്ന് കൂട്ടിയാൽ കൂടുന്ന പണിയല്ല ഇത് എന്ന് അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞു. ആ ഒരു രീതിയിൽ ടോക്ക് വന്നു. ആ സമയത്ത് എനിക്ക് ഒരു വാശി വന്നു. ആ ഒരു വാശിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്തു തന്നെ കാര്യമായിട്ട് ഇത്രയും പൈസ ചിലവാക്കിയിട്ട്. ഓക്കെ, ആ സമയം അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തായാലും എൻ്റെ ഫാമിലി ബിലോ ആവറേജ് ഫാമിലിയാണ്. അപ്പം അവർ എത്ര സ്പോൺസർഷിപ്പ് വന്നാലും നമ്മളെന്തായാലും കയ്യിൽ നിന്നിട്ടൊരു ചിലവായിരിക്കും എന്തായാലും ബോഡി ബിൽഡിംഗ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം അതൊന്നും എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളത് അവർക്ക് അറിയാമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പം എന്നെക്കൊണ്ട് എത്ര കൂട്ടിയാലും, നീ എത്ര ഇവിടുന്ന് വർക്കൗട്ട് ചെയ്താലും എത്ര ഫണ്ട് എടുക്കിയാലും എൻ്റെ ബോഡിയിൽ ഒരു നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ടോക്കായിരുന്നു അവരുടെ നിന്ന് എനിക്ക് കിട്ടിയത്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനെ ഒരു ടോക്ക് കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, വാശിയായി, അടിച്ച് കാണിച്ചു കൊടുക്കണമെന്നുള്ള വാശിയായി. അതിനു വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പം പിന്നെ പറയണ്ടല്ലോ, ആ വാശി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഞാൻ ഡയറ്റിൻ്റെ ഫണ്ട് കണ്ടത്. ഇനി വരാനുള്ളതാണ് ഈ സപ്ലിമെൻറ്റ്സ്. ഈ സപ്ലിമെൻറ്റ്സിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ ഒരു ഭാഗം, ഈ സപ്ലിമെൻറ്റ്സിൻ്റെ കാര്യം, ഈ സപ്ലിമെൻറ്റ്സ് ഇത്രയല്ല, ഇനിയും കുറച്ചും കൂടി സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ കുറച്ച് അമ്മയുടെ അടുക്കളയിൽ ഉപ്പും മുളകിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്.
ഓക്കെ, അതിപ്പം ജിമ്മിൽ പോകുന്ന ഏകദേശം എല്ലാവരും അടുക്കള നോക്കിക്കഴിഞ്ഞാൽ അവിടെ സപ്ലിമെന്റ്സിന്റെ ഇത് തന്നെ ആയിരിക്കും. അടുക്കളയിൽ ഓരോ പാത്രത്തിൽ ഓരോ എന്താ പറയുക, ഈ ഉപ്പും മുളകും അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ. ഓക്കെ, അപ്പം ഈ സപ്ലിമെന്റ്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? അപ്പോൾ ഞാൻ ഈ സപ്ലിമെന്റ്സിൽ ഹോൾസെയിലായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അത് ഹോൾസെയിൽ റേറ്റിലാണ് ഞാൻ ഈ സപ്ലിമെന്റ്സിൽ വാങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും ഞാൻ ഇതേപോലെ തന്നെ എനിക്ക് കിട്ടുന്ന റേറ്റിൽ തന്നെ എടുത്തു കൊടുക്കാനുണ്ടായിരുന്നു. വളരെ ചെറിയ റേറ്റിലാണ് എനിക്ക് കിട്ടിയത്. അതായത് ഇതിൻ്റെ MRP വെച്ച് നോക്കുന്ന സമയത്ത് അത്രയും കുറവ്. ഈ നിങ്ങൾക്ക് ഷോപ്പിലേക്കെല്ലാം കൊടുക്കുന്ന സമയത്ത് അവർക്കെല്ലാം എത്ര പൈസക്കാണ് കിട്ടുന്നത്, ആ ഒരു റേറ്റിലാണ് ഞാനും സാധനങ്ങൾ എടുക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം കുറേ ആൾക്കാരോട് ചോദിച്ചു നോക്കി, എല്ലാവരും നല്ല രീതിയിൽ പൈസ കൂട്ടിയായിരുന്നു പറഞ്ഞത്. അപ്പോഴാണ് ഇവിടുന്ന് ലതീഷേട്ടനും അതേപോലെ ഇവിടെ 1-2 പരിചയക്കാരുള്ളവരാണ് എനിക്ക് വലിയതായിട്ട് കോൺടാക്ട് ചെയ്ത് തന്നത്. ആ സമയത്ത് അപ്പോൾ ഞാൻ അവരോട് കോൺടാക്റ്റ് ആയി, സാധനങ്ങളെല്ലാം ജെന്യുവിനാണെന്ന് ഉറപ്പിച്ചു. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് എടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് എടുത്തതാണ് എൻ്റെ ഈ വേ പ്രോട്ടീൻ. ഓക്കെ, വൺ സയൻസിൻ്റെ ഈ വേ പ്രോട്ടീൻ. ഓക്കെ, ഈ വൺ സയൻസിൻ്റെ പ്രീമിയം വേ കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വേ പ്രോട്ടീനാണ്. ഇതിൽ ഒരു സ്കൂപ്പിൽ 25 ഗ്രാം പ്രോട്ടീന്, 5 ഗ്രാം ഗ്ലൂട്ടാമിന്, അതേപോലെ 6 ഗ്രാം BCAA കൂടി വരുന്നുണ്ട്. ഓക്കെ, ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സേവിങ് സൈസ് കൂടുതലായിരിക്കും. അങ്ങനത്തെ പല കാര്യങ്ങളിലും കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാവും എല്ലാ ബ്രാൻഡും തമ്മിൽ. അപ്പം ഏറ്റവും കൂടുതൽ സേവിങ് സൈസ് എത്ര സേവിങ്സ് കിട്ടുന്നത്? 76 സേവിങ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, 2.27 kg ആണ്, അതായത് 5 lbs ആണ് വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ സേവിങ് സൈസ് ഇത്ര കുറവായതുകൊണ്ട് സേവിങ് സൈസ് എത്ര ഞാൻ പറഞ്ഞുതരാം. എവിടെ സേവിങ് സൈസ്? സേവിങ് സൈസ് 30 ഗ്രാമാണ്. ഒരു സ്കൂപ്പിൽ 30 ഗ്രാമേ വരുന്നുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള ഇതിലെടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു വേ പ്രോട്ടീൻ ചൂസ് ചെയ്തത്. എന്തായാലും നല്ല രീതിയിൽ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ സമയത്തായിരുന്നു ഞാൻ BPAൻ്റെ അൾട്രാ പ്രീമിയം വേ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, BPAൻ്റെ അൾട്രാ പ്രീമിയം വേ ഇത് നല്ല ടേസ്റ്റ് വൈസ് എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ചോക്ലേറ്റിനെയും കാട്ടി ഇഷ്ടപ്പെട്ടത് ഇത്. ഏതായാലും ഫ്ലേവർ ചോക്ലേറ്റ് ചാർജാണ് ഈ വൺ സയൻസിൻ്റെ ഈ ഫ്ലേവർ. അപ്പം ഈ അമേരിക്കൻ ഐസ്ക്രീം എന്നുള്ള ഈ ഫ്ലേവറാണ് എനിക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. ടേസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് ഇതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതിന് കുറച്ച് പൈസ കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ച് പൈസ കൂടുതലാണ്. ഓക്കെ, നല്ല പൈസ ഒന്നുമില്ല, ചെറിയൊരു പൈസ കൂടുതലാണ്. അപ്പോൾ ഇതിനുള്ള റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഇതിന് വേണ്ടി ഒരു വെബ്സൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കും കൂടി ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ആ വെബ്സൈറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, ഇത് രണ്ടും കഴിഞ്ഞ സമയത്ത് ഞാൻ എടുത്തതാണ് റോവേ. അതായത് എൻ്റെ കയ്യിൽ തീരെ പൈസ ഇല്ലാണ്ട് സമയമായിപ്പോയി. നിങ്ങൾ ബോഡി ബിൽഡിംഗ് അല്ലേ, ഡയറ്റിലെടുത്ത് ഏകദേശം പൈസ എല്ലാം തീർന്നു. പിന്നെയും പൈസ കാണുന്നുള്ളത് ഈ കട്ടിങ് തുടങ്ങിയ സമയത്ത് പണിക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളെല്ലാം ആയി. അപ്പോൾ ഇതും കഴിഞ്ഞ സമയത്ത് ഞാൻ റോവേ എടുത്തു. അതായത് ഫ്ലേവർലെസ് ആണ് ഈ വേ പ്രോട്ടീൻ്റെ പ്യുവർ ഫോമായ റോവേ. ഓക്കെ, അതിന് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ പൈസ കുറവാണ്. അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നത് തരാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം പിന്നെ ഞാൻ എടുത്തതാണ് മൾട്ടിവിറ്റാമിൻ. ഇങ്ങനത്തെ 1-2 ബോട്ടിലും കൂടി ഉണ്ടായിരുന്നു മൾട്ടിവിറ്റാമിൻ. ഇതിന് ചെറിയ പൈസ വരുന്നുള്ളൂ ഗൈസ്. അപ്പം അത്ര പൈസ ഒന്നുമില്ല. ഏകദേശം എല്ലാം ഒരു ചീപ്പ് റേറ്റിൽ, അതായത് MRP വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല റേറ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷേ എനിക്ക് കിട്ടുന്ന ഹോൾസെയിൽ റേറ്റിലാണ്. പിന്നെ ഇതാ ഒരു BCAA GNCൻ്റെ BCAA ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് റിക്കവറിയും കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു BCAA തന്നെയാണ് GNCൻ്റെ BCAA. പിന്നെ ഞാൻ എടുക്കുന്ന ക്രിയേറ്റിനാണ് ഇപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കുന്ന ഒരു സപ്ലിമെൻറ്റ്. ക്രിയേറ്റിൻ ഞാൻ ഫസ്റ്റ് എടുത്തത് ഒരു മസിൽ ടെക്കിൻ്റെ ക്രിയേറ്റിന് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാത്രം എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ അമ്മ എന്തോ ഇട്ട് വെച്ചിട്ടുണ്ടായി. ഓക്കെ, പിന്നെ ഞാൻ എടുത്തതാണ് വെൽക്കോറിൻ്റെ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ്. ഓക്കെ, ആദ്യം എടുത്തത് മസിൽ ടെക്കിൻ്റെ 100% ക്രിയേറ്റിൻ,
പിന്നെ അടുത്തത് ക്രിയേറ്റീവ് വെൽക്കോറിൻ്റെ ക്രിയേറ്റീവ് മോണോഹൈഡ്രേറ്റ്. ഇതിലെനിക്ക് വലുതായിട്ട് റിസൾട്ട് കിട്ടിയില്ല. എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ല. ഇത് എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചാണ് ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത്. അതിനുശേഷം എടുത്തതാണ് മയോജെനറ്റിക്സിൻ്റെ ഈ ഒരു ക്രിയേറ്റീവ്. ഇതിൽ എനിക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് ബൂസ്റ്റ് ആവുന്ന ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മസിൽ മാസ് വലിയ രീതിയിൽ തോന്നിയിട്ടില്ല എനിക്ക്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായി തോന്നിയത് ഇപ്പം ഞാൻ എടുത്തതിൽ വെച്ച് മസിൽ ടെക്കിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇനി മസിൽ പ്ലേസിൻ്റെ ഒരു ക്രിയേറ്റിന് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അത് ഏതാണെന്നുള്ളതെല്ലാം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അത്ലീറ്റ്സ്, പ്രൊഫഷണൽ അത്ലീറ്റ്സ് റെക്കമെൻഡ് ചെയ്ത ഒരു ക്രിയേറ്റിനാണ് മസിൽ പ്ലേസിൻ്റെ ഒരു ക്രിയേറ്റിൻ. അത് ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഏത് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഞാൻ എന്തായാലും അത് ഈ 2-3 ദിവസം കൊണ്ട് എടുക്കുന്നതാണ്, അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഗ്ലൂട്ടാമിൻ ബോഡി റിക്കവറിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ മസിൽ ടെക്കിൻ്റെ ഗ്ലൂട്ടാമിൻ. ഓക്കെ, ഇതിൽ എല്ലാത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ റേറ്റ് വളരെ കുറവാണ്. ഒറിജിനൽ സാധനമാണ്, റേറ്റ് വളരെ കുറവാണ്. ഹോൾസെയിൽ റേറ്റിലാണ് ഞാൻ ഇതെല്ലാം എടുക്കുന്നത്. ഇതെല്ലാം നിങ്ങളോട് പറയുന്നത് തന്നെ ഞാൻ അതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതേ സെയിം റേറ്റിൽ നിങ്ങൾ ജിമ്മിൽ നിന്ന് ആൾക്കാർ എല്ലായിടത്തും ഈ സംഭവം കിട്ടുന്നതാണ്. ഓക്കെ, എല്ലാ നാട്ടിലും ഈ സാധനം ഇതേ റേറ്റിൽ കിട്ടുന്നതാണ്. പക്ഷേ ഏകദേശം എല്ലാ ഡീലേഴ്സും ഈ ഹോൾസെയിൽ റേറ്റിൽ നിന്ന് പറഞ്ഞിട്ട് സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് ഈ MRP ആയിരുന്നു കുറച്ചൊരു 500-600 രൂപയെല്ലാം കുറച്ചിട്ടായിരിക്കും തരുന്നത്. ഇപ്പോൾ ചെറിയൊരു പൈസൻ്റെ സാധനങ്ങളിലാണെങ്കിൽ 100 രൂപയെല്ലാം കുറക്കുന്നതാണെങ്കിൽ ഓക്കെ, അത്രയും അവർക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. ഓക്കെ, അല്ലാണ്ട് ഈ വേ പ്രോട്ടീൻ, ഇപ്പോൾ ഈ വൺ സയൻസിൻ്റെ വേ പ്രോട്ടീൻ്റെ MRP നമ്മൾ എടുത്ത് നോക്കുന്നതാണ് സംതിങ് 8000 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. 8500 രൂപ MRP ഉണ്ട്. ഇവിടെ ഓരോ ജിമ്മിനും കൊടുക്കുന്നത് 7000 രൂപ. 7000 രൂപ എന്നാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അത് അക്കോർഡിംഗ് ടു പേഴ്സൺ ആണ്, അവർ എന്താണോ വിചാരിക്കുന്നത് അതുപോലെ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഈ 7000 രൂപ എന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കിട്ടുന്ന ആ റേഞ്ചൊന്നുമല്ല, അതിലും വളരെ കുറവിലാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതിപ്പോൾ പ്രോട്ടീൻ പോലത്തെ ഒരു ആപ്പ് തന്നെ എടുക്കുന്നതാണെങ്കിൽ, അതായത് ഓൺലൈനിൽ എടുക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5000 സംതിങ്ങിന് ഇത് നിങ്ങൾക്ക് കിട്ടും. 5ആണോ 5ന് മുകളിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, പിന്നെ ഞാൻ എടുത്തതാണ് ഈ ഫാസ്റ്റ് ആൻഡ് ആപ്പിൻ്റെ ഈ 20 അമിനോ ആസിഡ്സ് പ്ലസ് EAA. ഓക്കെ, അത് എൻ്റെ റിക്കവറിക്ക് ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. എനിക്ക് ബോഡി കുറച്ച് ഇഞ്ചറിയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അതുപോലെ തന്നെ എനർജിയും കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ എടുത്തതാണ് ഫിഷ് ഓയിൽ. ഫിഷ് ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇപ്പോൾ നമ്മൾ എന്തായാലും പോപ്പുലറായി വരുന്നൊരു സപ്ലിമെൻറ്റ്, നല്ല രീതിയിൽ പോപ്പുലറായ സപ്ലിമെൻ്റ് ആണ് ഫിഷ് ഓയിൽ. ഫിഷ് ഓയിൽ ഞാൻ അലസ്കേൻ്റെ ഫിഷ് ഓയിലാണ് എടുത്തത്. എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു omega-3 വെൽനെസ്സിൻ്റെ ഒരു omega-3 കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് വലിയൊരു ഇതായിട്ടില്ല. ഇതിൻ്റെ MGയും കാര്യങ്ങളെല്ലാം കുറവായിരുന്നു, നല്ല പൈസയും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അലസ്കേൻ്റെ നല്ല രീതിയിൽ എനിക്ക് ഇതായിരുന്നു. 1000 mg ആയിരുന്നു എന്ന് തോന്നുന്നു. 1000 mg ആണെന്ന് തോന്നുന്നു. എവിടെ അതെ, 1000 mg ആണ്. ഓക്കെ, അപ്പം ഇതിനും നല്ല രീതിയിൽ റേറ്റ് കുറവായിട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ എടുത്തത് കാൽസ്യം ടാബ്ലറ്റ്. ഈ GNCൻ്റെ കാൽസ്യം ടാബ്ലറ്റ് തന്നെയാണ്. GNCൻ്റെ കാൽസ്യം ടാബ്ലറ്റ് അത് നമ്മുടെ എല്ലിനും കാര്യങ്ങൾക്കും ബലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റാണ്. ഓക്കെ, കാൽസ്യത്തിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. പിന്നെ എല്ലാർജിനും കിട്ടുന്ന സപ്ലിമെൻ്റ് ആണ്. നല്ല രീതിയിൽ നിങ്ങൾ പ്രീ വർക്കൗട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പമ്പ് തരുന്നൊരു സപ്ലിമെൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നൈട്രിക് ഓക്സൈഡ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ വെയിൻസ് എല്ലാം നല്ല രീതിയിൽ പോപ്പപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഹിമാലയൻ്റെ ഒരു Li52. ഇത് ഞാൻ ഓഫർ പ്രൈസിലൊന്നും എടുത്തൊന്നുമല്ല. ഇത് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ പോയി എടുത്താണ്. ജസ്റ്റ് ഒരു 250 രൂപ ആ റേഞ്ചിൽ ഇതിനുണ്ടാവും. അല്ല, 185 രൂപ അത്രയേ ഉള്ളൂ. പിന്നെ എന്തായിരുന്നു, പിന്നെ പ്രീ വർക്കൗട്ട്. ഞാൻ എടുക്കുന്ന പ്രീ വർക്കൗട്ടാണ് C4. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്രീ വർക്കൗട്ടാണ്. പക്ഷെ എനിക്ക് വളരെ വിലക്കുറവ്, ഇത് ചിന്തിക്കുന്നതിനും കാട്ടി വളരെ വിലക്കുറവില്ല എനിക്ക് കിട്ടിയത്. 60 സർവീസ് സൈസാണ്. എനിക്ക് തോന്നുന്നു 30 സർവീസ് സൈസിൽ തന്നെ 3,699 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ പ്രോട്ടീൻ മെറ്റൽ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൺലൈനിൽ തന്നെ അത്രയും റേറ്റ് വരുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് C4ൻ്റെ പ്രീ വർക്കൗട്ട്. അതിനും ഞാൻ നല്ല രീതിയിൽ
ചെറിയൊരു പൈസക്കാണ് എനിക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്കും ഈ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. ഇതേപോലെ തന്നെ ഒരു ഉറുപ്പ് ഞാൻ എടുക്കില്ല. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നത്, സപ്ലിമെൻറ്റ്സും ഡയറ്റും. ഓക്കെ, അപ്പം വളരെ കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ട പണിക്കെല്ലാം പോകുന്നത് വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഈ ബോഡി ബിൽഡിങ് ചെയ്യുന്നവർക്ക് അറിയാം, ബോഡി ബിൽഡിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ പണിക്ക് പോകുന്ന സമയത്ത് വരുന്ന ബുദ്ധിമുട്ട്, നമ്മുടെ റിക്കവറി കറക്റ്റായിരിക്കില്ല, ഡയറ്റ് കറക്റ്റായിരിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കറക്റ്റായിട്ട് ഉറങ്ങണം, നമ്മുടെ ഡയറ്റ് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ്പോൾ കോളേജിൽ പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരം വർക്കൗട്ട് ആയിരിക്കണം. ആ സമയത്ത് നമ്മൾ കാർബ് കട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എനർജി കൊണ്ട് ഭയങ്കര ഡള്ളായിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഈ സപ്ലിമെൻറ്റ്സിനെ വാങ്ങിയതും അതേപോലെ തന്നെ ഡയറ്റിൻ്റെ കാര്യങ്ങൾ നോക്കിയതും. ഓക്കെ, അപ്പം കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, എനിക്ക് ഇവിടെ ജിമ്മിൽ നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ജിമ്മിലെ ട്രെയിനേഴ്സ് ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ ജിമ്മിൻ്റെ ഓണറായ ലതീഷ് ചേട്ടൻ ആയിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ സപ്പോർട്ട് തന്നു വെച്ചാൽ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവസാനം 9:30 എനിക്ക് ഹോസ്റ്റലിൽ കയറണമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ലതീഷ് ചേട്ടനോട് പറഞ്ഞു, എനിക്ക് 9:30 ഹോസ്റ്റലിൽ കയറണം, അപ്പം ബാക്കി പണിയും കാര്യങ്ങളൊന്നും പോയിട്ട് വരാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ലതീഷ് ചേട്ടൻ ഇവിടെ ജിമ്മിൽ ട്രെയിനേഴ്സിൻ്റെ റൂമിൽ എനിക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി സൗകര്യം ഒരുക്കി തന്നു. അപ്പോൾ അത്രയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് ഈ സപ്ലിമെൻറ്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തന്നെ ഫോളോ ചെയ്യുക, മെസ്സേജ് അയക്കുക. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഏത് സപ്ലിമെൻറ്റ്സ് എടുക്കണം, ഏതെല്ലാം എടുക്കേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുവരാനും കൂടി എന്നെ കൊണ്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പോൾ പ്രോട്ടീൻ ആപ്പിൽ എടുത്ത് നോക്കിയാൽ തന്നെ ഓൺലൈനിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു നോക്കുക, അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബോഡിയിൽ സപ്ലിമെൻറ്റ്സ് ചെറിയ പൈസക്ക് വാങ്ങിയിട്ട് സെറ്റാക്കാൻ പറ്റും. ഇപ്പോൾ ചെറിയ രീതിയിൽ സെറ്റാകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.